ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ദനഹാകാലത്തിലെ 6-ാം ഞായറാഴ്ച നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ച് ധ്യാനിക്കാനായിട്ടാണ്. ബന്ധങ്ങളെക്കുറിച്ച് എത്ര വാചാലമായിട്ടാണ് ബൈബിളിൻ്റെ പുറങ്ങൾ നമ്മോട് സംസാരിക്കുന്നത്. ബൈബിൾ തന്നെ ദൈവമനുഷ്യ ബന്ധത്തിൻ്റെ ഒരു വലിയ അടയാളവും പ്രതീകവുമായി നിലകൊള്ളുന്നത് നാം വായിച്ച് മനസ്സിലാക്കുന്നുണ്ടല്ലോ. ദൈവം തൻ്റെ പ്രിയപ്പെട്ട മക്കളോട് സംസാരിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ കാലത്തിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുത്തിയതിനെ, അത് ലിഖിത രൂപത്തിലായതിനെയാണല്ലോ നാം ബൈബിളായി കാണുന്നത്. പ്രിയമുള്ളവരെ, എത്രയോ ഇടങ്ങളിൽ ദൈവം തന്നെ ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാൻ നിൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോവിൻ്റെയും ദൈവമാണ്. ദൈവം ബന്ധങ്ങളെ വിലമതിക്കുന്നവനാണ്, ബന്ധങ്ങളെ പൗത്രീകരിക്കുന്നവനാണ്, ബന്ധങ്ങളെ ഓർക്കുന്നവനാണ്. നാം ഇന്ന് വായിച്ചു കേട്ട ഒന്നാമത്തെ വായന പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പ്രമാണങ്ങളുടെ, നിയമങ്ങളുടെ പ്രസക്തിയെക്കുറിച്ച് നാം കാണുകയാണ്. എന്തിനാണ് നിയമങ്ങൾ? എന്തുകൊണ്ടാണ് ദൈവം തൻ്റെ പ്രിയപ്പെട്ട ജനത്തിന് പ്രമാണങ്ങളെ നൽകുന്നത്? അതിന് ലക്ഷ്യമായി പറയുകയാണ്, ഈ നിയമങ്ങളും പ്രമാണങ്ങളുമെല്ലാം മനുഷ്യരെ ദൈവത്തിലേക്ക്, അഗാധമായ ഒരു ബന്ധത്തിലേക്ക് നയിക്കണം. നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവും. ആ ഒരു ബന്ധത്തിൻ്റെ ആഴം തേടാനുള്ള വിളിയാണ് പ്രമാണങ്ങളിലും നിയമങ്ങളിലും കാത്തിരിക്കുന്നത്. ഇതിൽ പ്രത്യേകമായി ശ്രദ്ധ അർഹിക്കുന്ന ഒരു തിരുവചനമാണ് പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 5-ാമത്തെ വാക്യം. കാലങ്ങളായി ഒത്തിരിയേറെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട, തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു തിരുവചന ഭാഗമാണിത്. അവിടെ ദൈവം പറയുകയാണ്, എന്നെ വെറുക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളുടെ മക്കളോട് 3-4 തലമുറകൾ വരെ ഞാൻ ശിക്ഷിക്കും. എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളുടെ മക്കളുടെ തലമുറകളോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. ദൈവം തലമുറകളിലൂടെ ശിക്ഷിക്കുന്നവനാണ്. മാതാപിതാക്കളുടെ പാപങ്ങൾക്ക് മക്കളോട് പ്രതികാരം ചെയ്യുന്നവനാണെന്നുള്ള ദുർവ്യാഖ്യാനത്തെക്കാൾ ഉപരി ദൈവത്തിൻ്റെ കരുണയുടെ ആഴം, അതിൻ്റെ അപാരതയെക്കുറിച്ച് ധ്യാനിക്കാനാണ് ഈ തിരുവചന ഭാഗം നമ്മോട് ആവശ്യപ്പെടുന്നത്. ദൈവത്തിൻ്റെ കരുണ, ദൈവം സ്ഥാപിക്കുന്ന ബന്ധം, അതിൻ്റെ അനശ്വരതയെക്കുറിച്ചാണ് നമ്മളോട് പറയുന്നത്. 1000 തലമുറകൾ വരെ നീണ്ടു നിൽക്കുന്ന ദൈവത്തിൻ്റെ മഹാകാരുണ്യം, ദൈവത്തിൻ്റെ സ്നേഹം, അതാണ് പ്രമാണങ്ങളുടെയും കൽപ്പനകളുടെയും പുറകിൽ മറഞ്ഞിരിക്കുന്നത്. നാം വായിച്ചു കേട്ട 2-ാമത്തെ വായന എസെക്കിയേലിൻ്റെ പുസ്തകം 11-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു, ദൈവത്തിൻ്റെ പ്രമാണം ലംഘിച്ചതിൻ്റെ പേരിൽ, പാപങ്ങളുടെ പിന്നാലെ പോയതിൻ്റെ പേരിൽ പരദേശത്തേക്ക് പലായനം ചെയ്യപ്പെടുന്ന ഇസ്രായേൽ മക്കളെ തേടി ദൈവം പോകുന്നു. അതേക്കുറിച്ച് ദൈവം പ്രവാചകനോട് സംസാരിക്കുന്നു. ദൈവം പറയുന്നു, പരദേശത്തേക്ക് അവർ ചിതറിക്കപ്പെട്ടുവെങ്കിലും അല്പകാലത്തേക്ക് ഞാൻ അവർക്ക് ദൈവാലയങ്ങളായി. ദൈവം നിയമം കൊടുക്കുന്നവന് മാത്രമല്ല, ദൈവം ആലയമൊരുക്കുന്നവനായി, ആലയമായി മാറുന്നവനായി മാറുമെന്ന് ഈ വിശുദ്ധ ഗ്രന്ഥഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പാപത്തിലേക്ക് ഇടറിപ്പോയവനെ തേടി ചെല്ലുന്ന ഒരാലയം പോലെ അവനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം എല്ലാ കൽപ്പനകളുടെയും എല്ലാ നിയമങ്ങളുടെയും പുറകിലുണ്ട്. നാം മൂന്നാമതായി ശ്രവിച്ച വായന കൊളോസ്യർക്കുള്ള ലേഖനം 3-ാം അധ്യായം 5 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ കൊളോസോസിലെ ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ആകയാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളും പരിശുദ്ധരുമെന്നുള്ള നിലയിൽ നിങ്ങൾ അന്യോന്യം സ്നേഹത്തോടെ വർത്തിക്കണം. സഹോദരനെ നിങ്ങളെക്കാൾ വലിയവനായി കാണണം. ക്രിസ്തു തുല്യമായ സ്നേഹം കൊണ്ട് നിങ്ങളുടെ ബന്ധങ്ങളെ വീണ്ടെടുക്കണം. എത്ര മനോഹരമായിട്ടാണ് സാഹോദര്യത്തിൽ നാം പുലർത്തേണ്ട ദൈവിക ഭാവങ്ങളെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ കൊളോസോസിലെ ജനങ്ങളിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, 4-ാമത്തെ വായന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണല്ലോ. അവിടെ ഈ നമ്മളിന്ന് വായിച്ചു കേട്ട ഭാഗത്തിന് 2 ഭാഗങ്ങളുണ്ടെന്ന് കാണാം. ഒന്നാമത്തെ ഭാഗം 17 മുതലുള്ള തിരുവചനങ്ങളിൽ നിയമത്തിൻ്റെ പൂർത്തീകരണമെന്നാണ് അതറിയപ്പെടുന്നത്. നിയമത്തെയും പ്രവചനങ്ങളെയും പൂർത്തീകരിക്കാൻ വേണ്ടി വന്ന ഈശോ അത് എപ്രകാരമാണ് പൂർത്തീകരിച്ചതെന്നാണ് 2-ാമത്തെ ഭാഗത്ത് പറയുന്നത്. അവിടെ എല്ലാ നിയമങ്ങളെയും ബലികളെയും പൂർത്തീകരിക്കുന്നത്
കറതീർന്ന സാഹോദര്യമാണ്, വിട്ടുവീഴ്ചകൾ നിറഞ്ഞ സാഹോദര്യമാണ്, രമ്യതപ്പെടുന്ന സാഹോദര്യമാണെന്ന് ഈശോ ചൂണ്ടിക്കാണിക്കുന്നു. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കാനായി കാഴ്ചവസ്തുവുമായി പോകുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് വിരോധമുണ്ടെന്ന് വഴിയിൽ വെച്ചോർത്താൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് വേഗം പോയി നിന്റെ സഹോദരനോട് രമ്യതപ്പെടുക, പിന്നീട് വന്ന് ബലിയർപ്പിക്കുക. ബലികളെയും കാഴ്ചകളെയും നിഷ്പ്രഭമാക്കുന്ന രമ്യതയുടെ പാഠങ്ങൾ, ദൈവിക ഭാവങ്ങൾ എല്ലാ ബന്ധങ്ങളിലും ഉണ്ടാവണമെന്ന് ഈ തിരുവചന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥം ആരംഭിക്കുന്നത് തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ താളുകൾ നമ്മളോട് പറയുന്നത് ഒരു ബന്ധം വേർപിരിയലിൻ്റെ കഥയാണല്ലോ. ദൈവത്തോട് വേർപിരിയുന്ന ആദിമാതാപിതാക്കളെ നാം കാണും. ഏദൻ തോട്ടത്തിൽ ദൈവത്തിൻ്റെ കരം പിടിച്ച് നടക്കുന്ന ആദിമാതാപിതാക്കൾ പഴത്തിൻ്റെ മനോഹാരിതയിൽ കണ്ണുടക്കി പിശാചിനോട് സംശയത്തിന് ഉത്തരം തേടി അവർ ഏദൻ തോട്ടത്തിന് പുറത്തേക്ക് കടക്കുമ്പോൾ ദൈവത്തോട് വേർപിരിയുന്ന, ദൈവത്തോട് ബന്ധം മുറിക്കുന്ന മനുഷ്യൻ്റെ ഒരു പ്രതീകമായിട്ട് ആദിമാതാപിതാക്കൾ നിലകൊള്ളുന്നുണ്ട്. രണ്ടാമതായി സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു വേർപിരിയലിനെ കായേനിലും ആബേലിലും നമ്മൾ കാണും. സഹോദരനോടുള്ള അസൂയ വിദ്വേഷമായി പ്രതികാരമായിട്ട് മാറുമ്പോൾ ആദ്യത്തെ കൊലപാതകം ഭൂമിയിൽ സംഭവിക്കുകയാണ്. സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലുണ്ടാകുന്ന ഉലച്ചിലിൻ്റെ പ്രതീകമാണ് കായേനും ആബേലും. തുടർന്ന് നമ്മൾ കാണും പ്രളയജലത്താൽ ശുദ്ധീകരിക്കപ്പെടുന്ന ഭൂമിയിൽ മുന്തിരി കൃഷി ചെയ്യുന്ന നോഹയെ. ആ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് വീഞ്ഞുണ്ടാക്കി അത് ആവോളം ആസ്വദിച്ച് ഉന്മത്തനായി സുബോധം നഷ്ടപ്പെട്ട് നഗ്നത വെളിപ്പെടുത്തി കിടക്കുന്ന നോഹ പ്രകൃതിയോടുള്ള ബന്ധം പിരിയുന്ന മനുഷ്യൻ്റെ പ്രതീകമാണ്. ഒരു മനുഷ്യന് ദൈവത്താൽ പ്രത്യേകമായി വിളിക്കപ്പെട്ട ഒരാൾക്ക് 3 ബന്ധങ്ങളിലാണ് ശ്രദ്ധയുണ്ടാവേണ്ടത്. 1 ദൈവത്തോട്, 2 തൻ്റെ സഹോദരങ്ങളോട്, 3 പ്രകൃതിയോട്. ഇങ്ങനെ ദൈവത്തിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും പ്രകൃതിയിൽ നിന്നും ബന്ധം വേർപെടുന്ന മനുഷ്യൻ അതിനെ പരിഹരിക്കാനുള്ള വഴികളെക്കുറിച്ച് കൂടി ചിന്തിക്കാൻ ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. സാഹോദര്യത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ച് സങ്കീർത്തനം എത്ര മനോഹരമായിട്ടാണ് സംസാരിക്കുന്നത്. സങ്കീർത്തനം 133:1 സഹോദരങ്ങൾ ഏകമനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര മനോഹരവും പരിശുദ്ധവുമാണ്. അത് അഹ്റോൻ്റെ തലയിൽ നിന്ന് താടിയിലേക്ക് പെയ്തിറങ്ങുന്ന, ഒഴുകിയിറങ്ങുന്ന തൈലം പോലെയാണ്. അത് ഹെർമോൻ മലയിൽ പെയ്തിറങ്ങുന്ന മഞ്ഞുപോലെ പരിശുദ്ധമാണ്. പ്രിയമുള്ളവരെ, സാഹോദര്യത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ച് സങ്കീർത്തനം പറയുമ്പോൾ ലോകത്താദ്യമായി മനുഷ്യകുലം വേർപിരിഞ്ഞതിൻ്റെ, വിഘടിച്ചു പോയതിൻ്റെ കഥയാണ് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. അത് ബാബേൽ സംഭവമാണ്. ദൈവത്തെ മറന്ന് സ്വർഗത്തോളം ഉയരുന്ന ഒരു ഗോപുരവും നിത്യതയോളം നിലനിൽക്കുന്ന ഒരു പട്ടണവും പണിയാനായി മനുഷ്യർ തീരുമാനിക്കുന്നു. ദൈവത്തോട് മറുതലിക്കാനുള്ള മനുഷ്യൻ്റെ തീരുമാനത്തെ ദൈവം പരിഹസിച്ചില്ലാതാക്കുന്നത് ബാബേലിൽ നാം കാണും. ബാബേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ചിതറിക്കപ്പെട്ടത്, ആശയക്കുഴപ്പമുണ്ടാക്കുന്നത്, കൺഫ്യൂസിങ് എന്നൊക്കെയാണ്. പക്ഷേ ഇതിന് മറ്റൊരു വ്യാഖ്യാനവുമായി വിശ്വപ്രസിദ്ധ തത്വചിന്തകനായ ദരീദ കടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകമായ ദ ടവർ ഓഫ് ബാബേൽ, അവിടെ ദരീദ ഇപ്രകാരം നിരീക്ഷിക്കുന്നുണ്ട്. ബാബേൽ എന്ന വാക്കിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. ബാബ് ഏൽ, പിതാവായ ദൈവം. പിതാവായ ദൈവത്തിൻ്റെ പേരിൽ ഒരു പട്ടണം നിർമ്മിക്കാനുള്ള മനുഷ്യൻ്റെ ശ്രമം, അതായത് ദൈവത്തിന് സ്വന്തമായ വ്യക്തിപരമായ വ്യാഖ്യാനങ്ങൾ നൽകാനുള്ള ശ്രമം, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ, അംഗീകരിപ്പിക്കാൻ കഴിയാതെ പോയതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ. അവിടെ ഭാഷ വിഘടിക്കപ്പെടുന്നു, മനുഷ്യൻ്റെ ആശയങ്ങൾ സ്വീകരിക്കപ്പെടാതെ പോകുന്നു, മനുഷ്യർ തമ്മിലുള്ള അകലങ്ങൾ വർദ്ധിക്കുന്നുവെന്ന് ദരീദ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഭാഷകൾ ചിതറിക്കപ്പെട്ടത്, മനുഷ്യ മനസ്സുകൾ അപാരമായ അകലങ്ങളിലേക്ക് കുതിച്ചത് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിലാണെങ്കിൽ അതിന് ദൈവികമായ പരിഹാരം കടന്നു വരുന്നത് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിലാണ്. അവിടെ നമ്മൾ കാണും ലോകത്തിൻ്റെ എല്ലാ അതിർത്തികളിൽ നിന്നും ജെറൂസലേമിലേക്ക് വന്ന ഒരു ജനത, വ്യത്യസ്തമായ സംസ്കാരങ്ങളിൽ നിന്നും ജനപഥങ്ങളിൽ നിന്നും കടന്നു വന്ന ഒരു സമൂഹം. അവരോരോരുത്തരും പത്രോസിൻ്റെ പ്രസംഗത്തെ തങ്ങളുടെ മാതൃഭാഷയിൽ കേട്ടു. അവരുടെ പരിണാമത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പിന്നീട് അടിവരയിട്ട് പറയുന്നുണ്ട്.
വിശ്വസിച്ചവർക്ക് ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. ബാബേലിൽ മാനവരാശി ചിതറിക്കപ്പെട്ടെങ്കിൽ പെന്തക്കുസ്തായിൽ ജെറൂസലേമിൽ അവരൊരു മനസ്സും ഒരു ഹൃദയവുമായി തീരുന്നു. മാനുഷികമായ അകലങ്ങൾക്ക് ദൈവികമായ പരിഹാരങ്ങൾ വേണമെന്ന് നാം കാണുകയാണ്. കൊളോസ്യർക്കുള്ള ലേഖനത്തിൽ എപ്രകാരമാണ് സാഹോദര്യത്തെ വീണ്ടെടുക്കേണ്ടതെന്ന് പൗലോസ് അപ്പോസ്തലൻ അവരെ ഉപദേശിക്കുമ്പോൾ അവസാനം പറയുന്നൊരു വാക്യമുണ്ട്: ക്രിസ്തു എല്ലാവരിലുമാണ്, ക്രിസ്തു എല്ലാമാണ്. നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ടാവണം. നമ്മുടെ എല്ലാ ബന്ധങ്ങളും ക്രിസ്തുവായി മാറണം. കുരിശോളം അനുസരിക്കുന്ന, കുരിശോളം അവരിനു വേണ്ടി സഹിക്കുന്ന, അന്ത്യത്താഴത്തോളം തന്നെ മുറിച്ചു വിളമ്പുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, ക്രിസ്തുവിൻ്റെ ദൈവികത നമ്മുടെ ബന്ധങ്ങളിൽ പടരുമ്പോൾ മാത്രമേ ദൈവത്തോടും സഹോദരങ്ങളോടും പ്രകൃതിയോടും ഒന്നായി ചേരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ അപാരമായ ഹൃദയഹാരിയായ ഒരു വീണ്ടെടുപ്പിനെ നമ്മൾ കാണും. തന്നെ 3 വട്ടം തള്ളിപ്പറഞ്ഞ് അകലങ്ങളിലേക്ക് പോകുന്ന പത്രോസിനെ ഈശോ വീണ്ടെടുക്കുന്ന അതിമനോഹരമായ രംഗം നാം അവിടെ കാണും. അവിടെ പത്രോസിനോട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം: യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു? അതിന് പത്രോസിൻ്റെ മറുപടി നമുക്കറിയാം: കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. പ്രിയമുള്ളവരെ, പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത് പോലെ നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും ദൈവസാന്നിധ്യം ഉണ്ടാകട്ടെ. നിഷ്കളങ്കമായ സാഹോദര്യത്തിൻ്റെ സ്പർശം, വിശുദ്ധി നമ്മുടെ ബന്ധങ്ങൾക്കുണ്ടാവട്ടെ. നമ്മുടെ എല്ലാ ബന്ധങ്ങളും പ്രകൃതിയോട് ചേർന്നവയാവട്ടെ. അവിടെയെല്ലാം ക്രിസ്തുവിൻ്റെ ദൈവികമായ സാന്നിധ്യം, ക്രിസ്തുവിൻ്റെ ത്യാഗത്തിൻ്റെ ഉജ്ജ്വലമായ സ്മരണകൾ നമ്മുടെ ബന്ധങ്ങളിൽ നിലനിൽക്കട്ടെ. 1000 തലമുറകളെ കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ കരുണ നമ്മുടെ എല്ലാ ബന്ധങ്ങളെയും കാത്തിരിപ്പുണ്ടെന്നുള്ള ഓർമ്മയോടെ ദൈവാനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.